തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗികളെ വലച്ച് ജീവനക്കാർ. OP ടിക്കറ്റിന് ആദ്യ പരിഗണന ഇഷ്ടക്കാർക്ക് നൽകാൻ ആശുപത്രി ജീവനക്കാർ ഇടപെടുന്നതായി പരാതി. നീണ്ട ക്യൂ മറികടന്ന് ജീവനക്കാർ OP ടിക്കറ്റ് എടുക്കാൻ എത്തുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് പരാതി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, എന്താണ് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ സംഭവിക്കുന്നത്? നീണ്ട നിരയുണ്ടാകും, പക്ഷെ അതൊക്കെ മറികടന്ന് ഇഷ്ടക്കാർക്ക് OP ടിക്കറ്റ് വളരെ പെട്ടെന്ന് കൊടുക്കുന്നു, അല്ലേ? കൃത്യമായി അത് തന്നെയാണ്. ആശുപത്രിയിൽ വലിയ തിരക്കാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം രോഗികൾ നിരവധിയാണ് ഈ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ, അതായത് ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത്. ഈ രാവിലെ തന്നെ ക്യൂ നിൽക്കാൻ ഈ ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ആശുപത്രിയിലേക്ക് നീണ്ട നിരയാണ് ഈ OP ടിക്കറ്റ് എടുക്കാൻ ക്യൂവിന് തന്നെ ഉണ്ടാകുന്നത്. ആ സമയത്താണ് ഈ ആശുപത്രിയിലെ ജീവനക്കാർ തന്നെ അവരുടെ ഇഷ്ടക്കാർക്ക് വേണ്ടി ഈ OP ടിക്കറ്റിന്റെ ഉറപ്പാക്കാനായി ഈ ക്യൂ സിസ്റ്റത്തിലേക്ക് മറികടന്നുകൊണ്ട് അവിടേക്ക് എത്തുന്നത്. തുടർന്ന് ടിക്കറ്റുകൾ എടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഏറെ സമയം പോകും. മാത്രമല്ല, ഒരു OP ടിക്കറ്റ് എടുക്കുന്ന ക്യൂവിന് മുന്നിലും എത്തും. അതോടൊപ്പം തന്നെ കൗണ്ടറിനകത്തും ഇത്തരക്കാർ എത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് പരാതിയായി ലഭിക്കുന്നത്. അതായത് കൗണ്ടറിനകത്ത് വരികയും ഈ ടിക്കറ്റുകൾ ആദ്യ ടോക്കൺ അതായത് ഈ തുടക്കത്തിൽ തന്നെ കയറാൻ 1 മുതൽ തൊട്ട് തുടങ്ങുന്ന ആദ്യ ടോക്കൺ തന്നെ ഇവർ ഉറപ്പാക്കുകയും ചെയ്യും. എന്നാൽ ഈ ആദ്യ ടോക്കൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിരാവിലെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളിലും ബസ്സുകളിലുമൊക്കെയായി ഈ രോഗികൾ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവരെ നോക്കി നിർത്തിക്കൊണ്ടാണ് ഇത്തരം ആശുപത്രി അധികൃതർ തന്നെ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ഇത്തരം രീതിയിൽ ടോക്കൺ കയ്യേറുന്നത് അല്ലെങ്കിൽ ടോക്കൺ സ്വീകരിക്കുന്നത് എന്നാണ് പരാതിയായി വരുന്നത്. മാത്രമല്ല, ഇത് ആരെങ്കിലും ചോദ്യം ചെയ്താൽ തന്നെ അവരോട് ഉള്ള സമീപനവും വളരെ മോശമാണ്. വളരെ പരുഷമായ രീതിയിലും ഒക്കെ സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഈ ജീവനക്കാരിൽ നിന്ന് അറ്റൻഡർ ആയാലും ശരി, അതുപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയാലും ഇങ്ങനെയുള്ള ഒട്ടുമിക്ക ജീവനക്കാരും സമാനമായ രീതിയിൽ പെരുമാറുന്നുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. വലിയ രീതിയിൽ ഇത് രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഈ താലൂക്ക് ആശുപത്രികളിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ആശുപത്രികളിലും ജനതാശുപത്രികളിലും എത്തുന്നതിൽ ഏറ്റവും ഏറിയ പങ്കും പ്രായമായവരാണ്. അതോടൊപ്പം തന്നെ തീരെ സുഖമില്ലാത്ത ആളുകൾ അടക്കമുള്ളവരായിരിക്കും ഇത്തരം ആശുപത്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തുമ്പോഴാണ് അവരെ കൂടി വലയ്ക്കുന്ന രീതിയിലേക്ക് ഇത്തരം പെരുമാറ്റങ്ങൾ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് തന്നെ അല്ലെങ്കിൽ ആശുപത്രിയിലെ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുന്നതെന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. വലിയ രീതിയിൽ പ്രതിഷേധങ്ങളും ഉണ്ടാകുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ ക്യൂ സിസ്റ്റം ഇങ്ങനെ തുടരുകയാണ്. അവിടേക്കാണ് ഒരു സെക്യൂരിറ്റി എത്തുന്നത്. ഏറിയ പങ്കും ആ സമയം അവിടെ ചിലവഴിക്കുന്നു. അതോടൊപ്പം തന്നെ ആരൊക്കെയോ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. എന്നാൽ അവരോടും കയർക്കുന്നതായിട്ടാണ് ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു പെരുമാറ്റമാണ് ഉണ്ടാകുന്നത്. ഇത്തരക്കാരുടെ ഈ ആശുപത്രിയിൽ നിന്നുള്ള ജീവനക്കാരുടെ തന്നെ പെരുമാറ്റം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗികളെ വലയ്ക്കുകയാണ് ജീവനക്കാർ. OP ടിക്കറ്റ് എടുക്കാൻ നിരനിരയായി ആൾക്കാർ നിൽക്കുമ്പോഴും വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇഷ്ടക്കാർക്ക് അത് ക്യൂ പാലിക്കാതെ നൽകുന്നു. അത് വലിയ പരാതിയാണ്. മാത്രമല്ല, മോശമായി സംസാരിക്കുന്നുവെന്ന ആക്ഷേപവും ഉണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.